കൊടിസുനിക്ക് തലശ്ശേരി കോടതിയിൽ വെച്ച് മദ്യപിക്കുന്നതിനായി അവസരം ഒരുക്കി നൽകിയതിന് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തത് എല്ലാ കരുതലും എടുത്ത ശേഷം. പരോളിലുള്ള കൊടിസുനിയെ വീണ്ടും കണ്ണൂർ ജയിലിൽ എത്തിച്ച ശേഷമാണ് പോലീസുകാർക്കെതിരായ നടപടി പോലും പുറത്തുവന്നത്. കരുതലോടെയാണ് പോലീസ് നീങ്ങിയത്. കൊടിസുനി പരോളിൽ ഉള്ളപ്പോൾ പോലീസുകാരുടെ നടപടി ചർച്ചയായാൽ അത് വിവാദത്തിന് പല തലം നൽകുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൊടിസുനിയെ വീണ്ടും ജയിലിൽ അടച്ചത്. പരോൾ വ്യവസ്ഥ ലംഘിച്ച കൊടിസുനിക്ക് ഇനിയും പരോൾ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിനൊപ്പം തവനൂർ ജയിലിലായിരുന്ന കൊടിസുനിയെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ എത്തിച്ചതിലും ഗൂഢാലോചനയുണ്ടെന്ന വാദം സജീവമാണ്. TP കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയത് വിവാദം ഭയന്നാണെന്നാണ് വ്യക്തം. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് അടിയന്തര പരോൾ അനുവദിച്ചിരുന്നത്. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദു ചെയ്തത്.